ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾക്ക് എല്ലാവർക്കും 2026ഓടെ AI സ്കില്ല് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഈ 2026ൽ ഈ AI ടൂളുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് റിയൽ മണി മേക്ക് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലരും കരുതുന്നത് AI വരുന്നത് വഴി അവരുടെയൊക്കെ ജോലി പോകുക എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ്ലി ശരിയല്ല. നല്ല രീതിയിൽ AI യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് പുതിയ അവസരങ്ങളാണ് AI പഠിക്കുന്നതോടു കൂടി വരുന്നത്. നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാവേ. 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് രാഹുൽ, ഒരാളുടെ പേര് അർജുൻ. രാഹുൽ എപ്പോഴും ChatGPT വെറും ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൂള് മാത്രമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. AI വന്നാൽ എൻ്റെ ജോലി പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് രാഹുൽ എപ്പോഴും. നേരെ മറിച്ച് അർജുൻ ആണെങ്കിലോ, രാഹുലിൻ്റെ അതേ പ്രായമാണ് അർജുനുള്ളത്. പക്ഷേ അർജുൻ ഇതേ AI ടൂളുകളൊക്കെ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മാസം 50,000 രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇവർക്ക് 2 പേർക്കും ഉള്ളത് 24 മണിക്കൂർ തന്നെയാണല്ലേ. ഇവർക്ക് 2 പേർക്കും ഇൻ്റർനെറ്റ് കണക്ഷനുമാണ് ഉള്ളത്. പിന്നെ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാഹുൽ AIയുടെ വെറും ഒരു യൂസറാണ് അല്ലേ, എന്നാൽ അർജുനോ AI വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളുമാണ്. ഇന്ന് ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ആദ്യത്തെ ടൈപ്പ് ആൾക്കാർ എങ്ങനെയാണ്? AIയെ കണ്ട് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നവരാണ് അവർ. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതേ AI ഉപയോഗിച്ച് അവർ നിശബ്ദമായി വരുമാനം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ആകാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ അർജുനെ പോലെയാണ് നിങ്ങൾക്ക് ആകാൻ ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. AI യൂസ് ചെയ്തിട്ട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന 4 ഡിഫറെൻറ്റ് വേസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്നിക്കൽ ജോബ്സിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെക്നിക്കൽ സ്കിൽസ് ഉള്ളവർക്ക് ഏതൊക്കെ ജോബ് റോളുകളിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ടെക്നിക്കൽ ഉള്ള ആളാണെങ്കിലും നോൺ ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിലും, നിങ്ങൾക്കൊരു ഫ്രീലാൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്യാപ്പ് വന്ന ആൾക്കാരാണ്, വുമൺ, ലേഡീസാണ്, നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? AI സ്കിൽസ് പഠിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ജോബുകളൊക്കെ ചെയ്യാനായിട്ടും ഇങ്ങനെയുള്ള സർവീസസ് നിങ്ങൾക്ക് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് ഏൺ ചെയ്യാനായിട്ടും പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 4 ഡിഫറെൻറ്റ് വേസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് പറയാം. നമ്പർ 1 എന്ന് പറയുന്നത് AI ഗ്രാഫിക് ഡിസൈനറാണ്. ഇതൊരു വലിയ മേഖലയാണ് കേട്ടോ. പണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ഇരുന്ന് മണിക്കൂറുകൾ ചിലവഴിക്കുന്ന പണിയായിരുന്നു. എന്നാൽ ഇന്ന് AI ടൂൾസ് ലൈക്ക് മിഡ് ജേർണി, നാനോ ബനാന പ്രോ, ഐഡിയോഗ്രാം ഇതൊക്കെ വന്നതോടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടുണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഒരു AI ഗ്രാഫിക് ഡിസൈനർ എന്ന നിലയിൽ നിങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലൊരു കേക്ക് ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഷൂ ബ്രാൻഡോ ഉണ്ടെന്ന് കരുതുക. അവർക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്ത് ചെയ്യണം? പോസ്റ്റുകൾ ഇടണം. പക്ഷേ അവർക്ക് ഫോട്ടോഷൂട്ട് നടത്താനായിട്ട് ഒക്കെയുള്ള ചിലവുകളൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നോർമൽ ഫോണിലെടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് നിങ്ങളുടെ റോള് വരുന്നത്. നിങ്ങൾക്ക് ഈ AI ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റുഡിയോ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഫോട്ടോസ് അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആ ഒരു ഫോണിലെടുത്ത ഫോട്ടോയിൽ നിന്ന് തന്നെ. നാനോ ബനാന പ്രോ ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻവ പോലെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടിയും ടെംപ്ലേറ്റ് ആയിട്ടും എന്താ പറയുക, പ്രൊഡക്റ്റ് ലോഞ്ചായിട്ടും സെയിൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ബാനേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് ക്രിയേറ്റിവിറ്റിയും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഓരോ ബിസിനസ്സിന് മാസം നിങ്ങൾ 10 അല്ലെങ്കിൽ 20 പോസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെയുള്ള പാക്കേജസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സർവീസ് അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഷോപ്സിലും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. വെറും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം, ലോഗോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, ബ്രാൻഡിങ് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൂളുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, നിങ്ങൾക്ക്
ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു തിരക്കുള്ള ഒരു ബിരിയാണി കടയൊന്ന് ആലോചിച്ച് നോക്കൂ. ഉച്ച സമയത്ത് അവർക്ക് 100 കണക്കിന് കോളുകളായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മെസ്സേജുകളായിരിക്കും അവർക്ക് വരുന്നത്. ലൊക്കേഷൻ എവിടെയാണ്, റേറ്റ് എത്രയാണ്. തിരക്കിനിടയിൽ എന്താണ് ഈ ഫോൺ കോളോ മെസ്സേജുകളോ ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ജ്വല്ലറി ഒക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇപ്പം എല്ലാവരും ഓൺലൈനിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ കസ്റ്റമർ പ്രൈസ് എത്രയാണ്, ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു സൊല്യൂഷനാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് N8N Make.comോ ManyChatോ വാട്ടി എന്നൊക്കെ പോലെയുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ചാറ്റ് ബോട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നോ കോഡ് ടൂളുകളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ബിസിനസ് ടു ബിസിനസ് മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു വൺ ടൈം വർക്ക് എന്നുള്ള രീതിയിലുപരി ഈ സിസ്റ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ബിസിനസ്സുകാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മന്ത്ലി ഒരു റെക്കറിങ് ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 5 ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു മന്ത്ലി റവന്യൂ എന്നുള്ള രീതിയിൽ റെക്കറിങ് ഇൻകം, വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ് പ്ലസ് ഒരു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഫീസ് മന്ത്ലി നിങ്ങൾക്ക് കളക്ട് ചെയ്യുകയും ചെയ്യാം. N8N പോലെയുള്ള നോ കോഡ് ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓട്ടോമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് പഠിക്കാം കേട്ടോ. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഫേസ്ലെസ് കണ്ടൻറ് ക്രിയേഷനാണ്. ക്യാമറയ്ക്കൊക്കെ മുന്നിൽ വരാനായിട്ടൊക്കെ മടിയുള്ളവർക്ക് പറ്റിയതാണ് ഈ ഒരു മെത്തേഡ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹിസ്റ്ററി ഫാക്ട്സ്, ഡോക്യുമെൻ്ററീസ്, സ്കാരി സ്റ്റോറീസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചാനലുകൾ അല്ലേ, കുട്ടികൾക്ക് ഷോർട്ട് കിഡ്സ് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്ന ചാനലുകൾ. ഇവയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഇതിലൊക്കെയുള്ള വോയിസസ് പലപ്പോഴും AI ആയിരിക്കും. സ്ക്രിപ്റ്റ് എഴുതുന്നത് ആരായിരിക്കും, ChatGPT യൂസ് ചെയ്തിട്ടായിരിക്കും. വോയിസ് കൊടുക്കുന്നത് ലെവൽ ലാബ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. വീഡിയോസിന് വിഷ്വൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും VO3, InVideo ആപ്പ്, ഇങ്ങനെയുള്ള പല ടൂളുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവ ഉപയോഗിച്ച് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ആഡ് റവന്യൂ വഴിയും ബ്രാൻഡ് ഡീൽസ് വഴിയും ഒക്കെ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. നാലാമത്തേത് AI വെബ്സൈറ്റ് ഡിസൈനാണ്. ഇതൊരു ഹൈ പേയിങ് സ്കില്ലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ജിമ്മുകൾ, അതുപോലെ കൺസൾട്ടൻസ്, പല ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ബിസിനസ്സുകൾക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കാനായിട്ടും സർവീസസ് ഒക്കെ സെല്ല് ചെയ്യാനായിട്ടും ഓരോ ലാൻഡിങ് പേജുകൾ ആവശ്യമാണ് അല്ലേ. ഇതിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണുള്ളത്. അപ്പോൾ Bolt.new അല്ലെങ്കിൽ ലവബിൾ പോലെയുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ലാൻഡിങ് പേജസും വെബ്സൈറ്റും ഒക്കെ ഇങ്ങനെയുള്ള ബിസിനസ്സസിന് ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ പറയുന്ന ഐഡിയ AI തന്നെ എന്ത് ചെയ്യും, കോഡാക്കി മാറ്റി തരികയും ചെയ്യും. പക്ഷേ ആ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ, കണ്ടൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രൂഫ് റീഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. വലിയ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അതൊന്നും കംപ്ലീറ്റ്ലി AI യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുള്ളി പറ്റില്ല. നിങ്ങൾക്ക് കുറേ കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലാൻഡിങ് പേജസോ 1, 2, 3 പേജൊക്കെയുള്ള വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ വെബ്സൈറ്റ്സിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് പറ്റും AI യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ക്ലയൻസിന് അതുകൊണ്ട് തന്നെ വേഗത്തിൽ റിസൾട്ട്സ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച്, അതായത് എങ്ങനെയാണ് എന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഡൊമെയിൻ കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അറിഞ്ഞിരുന്നാൽ ഈ സർവീസും നിങ്ങൾക്ക് ക്ലയൻസിന് അല്ലെങ്കിൽ ബിസിനസ്സസിന് ഓഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിന്ന് 4 അവസരങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഓക്കെ കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്ട് ചെയ്യണം.
വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എക്സിക്യൂഷനാണ്. ഓക്കെ, എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാം എന്നൊക്കെ നമ്മൾ കരുതി കാത്തിരിക്കരുത്. ആ സമയം ഒരിക്കലും വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് തന്നെ ഒരുപാട് ടൂളുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ ടൂളുകൾ എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് AI ടൂൾസിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലവബിൾ, ബോൾട്ട്, ഇതിനൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം സിമ്പിൾ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും തെറ്റുകളൊക്കെ പറ്റും, പരാജയപ്പെട്ടേക്കാം. പക്ഷെ അതൊന്നും സാരില്ല കേട്ടോ. നമ്മളെല്ലാവരും ആരും എക്സ്പേർട്സ് ആയിട്ടല്ല വരുന്നത്, അല്ലേ? ഒരു കാലത്ത് ഒന്നും അറിയാത്ത ബിഗിനേഴ്സായിരുന്നു നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്സും ഇൻ്റർനെറ്റും ഒക്കെ വെറുതെ നിങ്ങൾ സമയം കളയാതെ എന്ത് ചെയ്യുക, ഇപ്പം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത്, AI എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും 2026 ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. വെബ് ഡിസൈനാണോ, ഓട്ടോമേഷനാണോ, കണ്ടൻറ് ക്രിയേഷനാണോ, ഡിസൈനാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.